മഹാഗുരു ശരണം. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. കുറേ അധികം ആൾക്കാർ വിളിച്ചു കഴിഞ്ഞു കേട്ടോ. ഇന്നും ഞാൻ നമ്പർ കൊടുത്തുകൊണ്ട് കുറേ അധികം ആൾക്കാർ വിളിക്കുന്നവരുടെ അടുത്ത് ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. അല്ലാണ്ട് ഞാനായിട്ട് ഇപ്പോൾ ആരെയും അങ്ങനെ വിളിക്കുന്നില്ല. അപ്പോൾ ഒന്നിപ്പോൾ കമൻറ്റിൽ ഇട്ടിരിക്കുന്നത് ഗണപതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ശനിയുടെ ഇത് മാറും എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. എനിക്ക് അതിനെക്കുറിച്ചൊരു കൃത്യമായ കാര്യം പറയാൻ പറ്റില്ല. ഇതിൽ 3 ദേവതകളുണ്ട്. ഗണപതി, അയ്യപ്പസ്വാമി. ഓക്കെ, അയ്യപ്പസ്വാമി ശനീശ്വരൻ്റെ ദേവതയാണ്. പിന്നെ മുരുകൻ ജ്യോതിഷത്തിൻ്റെ ദേവതയാണ്. അതുപോലെ ഹനുമാൻ സ്വാമി. ഈ 4 പേര് ഈ ശനീശ്വരനെ ബാധിക്കാത്ത 4 ദേവതകൾ അതാണുള്ളത്. ഈ ശ്രീരാമചന്ദ്രൻ പോലും പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച ശ്രീരാമചന്ദ്രൻ പോലും ചെറുപ്പത്തിൽ തന്നെ 14 വർഷം വനവാസത്തിന് പോയത് ശനിദശാകാലത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പവർഫുള്ളായൊരു ഗ്രഹമാണ്. അപ്പം ഈ ചോദിച്ചതിന് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നമ്മളിപ്പോൾ ഒരിടത്ത് കസേരയിലിരിക്കുന്നു, ഞാനിവിടെ കസേരയിലിരിക്കുന്നു. പുറത്ത് ടേബിളിൽ വെള്ളത്തിൻ്റെ ജഗ്ഗുണ്ട്. അപ്പോൾ എനിക്ക് അടുത്ത റൂമിലിരിക്കുന്ന വൈഫിനോടോ മകനോടോ വിളിച്ച് പറയാം, ആ വെള്ളം അവിടെ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറയാം. എനിക്ക് പോയിട്ട് വെള്ളം കുടിക്കാം. ഏത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം. മനസ്സിലായോ? ഞാൻ പോയിട്ട് കുടിച്ചാൽ വെള്ളം എടുത്ത് കുടിച്ചു, എൻ്റെ കാര്യം, എനിക്ക് ദാഹം മാറി, ഇതായി. അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർ വന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് തന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ ടൈം ഇത് എന്താണെന്ന് നോക്കാം. ഇതും വേറൊരു ദേവതേനെ വെച്ച് ശനീശ്വരനെ പ്രീതിപ്പെടുത്താമെന്ന് ചോദിക്കണതിന് ഇതേ എനിക്ക് ഉത്തരവുള്ളൂ. ഏതാണ് ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്തുടരാം. ഇത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും എനിക്കില്ല. എൻ്റെ അനുഭവം പറയാണ്. എനിക്ക് എളുപ്പ വഴിയായിട്ട് തോന്നിയത് ഇതാണ്. ഞാനത് ഫോളോ ചെയ്യുന്നു. ഇത് ഫോളോ ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ചിലർ ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് അനുഭവമുള്ളവരുടെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അവർ പേഴ്സണലി എനിക്ക് അയച്ചു തരുന്ന യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത്. കാര്യം ഇത് സാധാരണക്കാര മനുഷ്യർക്കും ഇത് അനുഭവം ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാം. പിന്നെ അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് പേഴ്സണലി വന്ന ദക്ഷിണയുടെ കാര്യം മനസ്സിലായോ? അപ്പോൾ ദക്ഷിണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപദേശം കൊടുത്താൽ, ജ്യോതിഷപരമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലെ ഒരു കാര്യം മാറാനായിട്ട് ഉപദേശം കൊടുത്താൽ അതിന് ദക്ഷിണ കൊടുക്കുക എന്നുള്ളത് ഒരു ചിട്ടയാണ്. മനസ്സിലായ? പക്ഷേ ദക്ഷിണ കിട്ടിയാലേ ഉപദേശം എന്നുള്ള രീതി എനിക്കില്ല. എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ പകർന്നു നൽകും. ദക്ഷിണ തരുന്നു ഇല്ല എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. മനസ്സിലായ? അപ്പോൾ ആരെങ്കിലും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണ എത്രയാണ് അല്ലെങ്കിൽ ഫീസ് എത്രയാണെന്ന് ചോദിക്കും. മനസ്സിലായ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയും. ഇതാണ് സത്യം. ദക്ഷിണ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറയും. എൻ്റെ രീതി അതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ച് രാവിലെ ഇതാണ്. അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞ് ദക്ഷിണ തരാത്ത തരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അർഹതപ്പെട്ടതിലും കൂടുതൽ ദക്ഷിണ തരുന്ന ആൾക്കാരുണ്ട്. ചിലതൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇന്നലെ ഒരു ദക്ഷിണ കിട്ടിയപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം മോൻ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഈ കാശൊക്കെ വെച്ചിട്ട് അച്ഛനും അമ്മയും കൂടി, അച്ഛൻ പോകാത്ത തീർത്ഥയാത്രയ്ക്ക് ഇങ്ങനെ ടൂർ പാക്കേജിൽ കൊണ്ടുപോകുമല്ലോ, ചതുർധാം യാത്ര, അതൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ അതിനു വേണ്ടി ഉപയോഗിക്കുക അച്ഛാ. ഇങ്ങനെ ആൾക്കാർ, ഓരോ ചേട്ടന്മാർ അല്ലെങ്കിൽ ചേച്ചിമാർ സന്തോഷത്തോടെ തരുന്നതല്ലേ, അച്ഛൻ വേണ്ടാന്ന് പറയണ്ട, അച്ഛൻ അതിന് ഉപയോഗിക്കാൻ അവൻ പറഞ്ഞത് നല്ലൊരു പോയിന്റാണ്. നമുക്ക് തീർത്ഥയാത്ര ചെയ്യാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. അപ്പം എന്തുകൊണ്ട് ഞാൻ ദക്ഷിണ വേണ്ടാന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ അധികം ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് പ്രോബ്ലമാണ്. ചിലപ്പോൾ ദക്ഷിണ പോലും കടം വാങ്ങിച്ച് തരേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ദക്ഷിണ കൊടുക്കാനില്ല എന്നുള്ളത് കൊണ്ട് പൈസാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് ഒരു ആൾക്കും വന്നു പോരുന്നു. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ദക്ഷിണ ഒരു ഘടകമല്ല. പിന്നെ ജ്യോതിഷ ഉപദേശമൊന്നും ഞാൻ തരുന്നില്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പക്ഷേ ചിലരുടെ ഗ്രഹനില ഞാൻ വാങ്ങിക്കും. ഇപ്പോൾ ഒരു വ്യക്തി വിളിച്ചിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഡീറ്റെയിൽസ് തന്നിരുന്നു, ഗ്രഹനിലയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഗ്രഹനില തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഗ്രഹനില അയച്ചു തന്നു. പിന്നെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് അതിൽ നോക്കിയിട്ട് ഇപ്പം ദശാകാലം എന്താണ്, അപ്പോൾ ശനീശ്വരൻ രാഹു ദശാകാലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഗൈഡൻസ് കൊടുത്തു. ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഗൈഡൻസ് കൊടുത്തു. മനസ്സിലായോ? അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ ദശാകാലം എന്താണെന്ന് അറിയാൻ മാത്രമാണ് ഗ്രഹനില ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ദക്ഷിണയുടെ കാര്യത്തിൽ എല്ലാവർക്കും കൺഫർമേഷൻ ആയല്ലോ. ദക്ഷിണ തന്നാലും സന്തോഷം, തന്നില്ലെങ്കിലും സന്തോഷം. അപ്പം അത് ഞാൻ ആൾക്കാരെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിന്
ദക്ഷിണ ഒരു ഘടകമല്ല. പക്ഷെ ബ്ലെസ്സിങ് ചെയ്യുകയാണെങ്കിൽ ദക്ഷിണ അയക്കണമെന്ന് പറയാറുണ്ട്, അയച്ചോ ഇല്ലേ എന്ന് ഞാൻ നോക്കാറില്ല. ദക്ഷിണ ബ്ലെസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ണടച്ചിരിക്കാൻ ചിലരോട് പറയും. അപ്പോൾ ബ്ലെസ്സിങ്ങിനാണ് അത് എനർജി. ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് അത് പെട്ടെന്ന് അറിയണമെന്നില്ല, എന്തോ ഒക്കെ ഒരു ഇത് മനസ്സിലാകും. ചിലരെ ഇത് ചെയ്യുമ്പോൾ അവരുടെ ഓറയുടെയൊക്കെ നമുക്ക് മനസ്സിലായ. അപ്പോൾ അതൊക്കെ അവരോട് പറയാറുണ്ട്. പക്ഷേ ഇവർ അയച്ചോ ഇല്ലേ എന്ന് ഞാൻ നോക്കാറില്ല. ഇപ്പം അയച്ചോ എന്ന് വല്ലപ്പോഴും ജീപ്പേ നോക്കുമ്പോൾ കാണുമ്പോൾ അതിലും അവർക്കൊരു ഇമോജി അയക്കും ആൾക്കാർക്ക്. കാര്യം ഇന്ന് ശനിയാഴ്ചയായിട്ട് പോലും ദക്ഷിണയുടെ കാര്യം ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ പറയാണ്. കാര്യം ദക്ഷിണ കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ടതാണ്, വാങ്ങിക്കാനുള്ളതേ വാങ്ങിക്കാവുള്ളൂ. അതിലും ആക്രാന്തം കാണിക്കാൻ പാടില്ല, കൊടുക്കുകയില്ല എന്നുള്ള പിടിവാശി കാണിക്കാൻ പാടില്ല. ഇതെല്ലാം കാർമ്മികത്തിൽപ്പെടുന്ന കാര്യമാണ്. മനസ്സിലായോ? സാമ്പത്തികം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഇത് ഫോളോ ചെയ്യുന്ന അദ്ദേഹം ക്ഷേത്രത്തിലെ ഏതോ ഒരു ചെറിയ ക്ഷേത്രത്തിലെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്തു, ഇപ്രാവശ്യം ഞാൻ മാറി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് പറയുന്ന അനുസരിച്ച് എന്താണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആൾക്കാരെ അനുകൂലിക്കാത്ത കൊണ്ട് ഞാനത് കാർമ്മികം വാങ്ങിച്ച് വെക്കേണ്ടെന്ന് വെച്ച് മാറി എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ക്ഷേത്രത്തിൽ പറ്റിയെങ്കിൽ കമ്മിറ്റിയിലിരിക്കുക. എന്താണ് ആ ഭക്തജനങ്ങളെ ആ ഭഗവാനാണല്ലേ, ആ ഭഗവതിയാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനെ ആദരിക്കുന്ന പോലെ, ആരാധിക്കുന്ന പോലെ അവരുടെ ഭക്തരാണെന്ന് കണ്ടുകൊണ്ട് വരുന്ന ഭക്തജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. അവരോട് വാങ്ങിക്കുന്ന ഓരോ കാശിനും കണക്ക് വെക്കണം. അത് കൃത്യമായിട്ട് അത് കമ്മിറ്റികളിൽ അവതരിപ്പിക്കണം. ആവശ്യമെങ്കിൽ ഓഡിറ്റ് നടത്തണം. ഓക്കെ, സ്വന്തം ആവശ്യം എവിടെയെങ്കിലും പോയി ആ ക്ഷേത്രത്തിലെ ആവശ്യത്തിന് പോയി അതിൻ്റെ ചാർജ് എടുക്കാം. ആ സമയത്ത് ഭക്ഷണം കഴിച്ചു, അതിൻ്റെയൊക്കെ ചാർജ് ഇതിൽ നിന്ന് എടുക്കാം. മനസ്സിലായി? അതിനൊന്നും കുഴപ്പമില്ല. വേണമെങ്കിൽ അതിന് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പൊതുയോഗത്തിൻ്റെ അംഗീകാരം വാങ്ങിച്ച് ശമ്പളവും വാങ്ങിക്കാം, അതിനും തെറ്റില്ല. എല്ലാം നേരെ പോയായിരിക്കണം. ശനീശ്വരൻ നേരെ പോയുടെ ആളാണ്. മനസ്സിലായി? അത് മാത്രം വളരെയധികം ശ്രദ്ധിക്കുക. അത്രയും പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.